ഒരു വെയിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയതാണ്. അപ്പോഴേക്കും വെയിൽ മങ്ങിയ. ഇപ്പോൾ ഭൂതത്താൻകെട്ടും തട്ടേക്കാട് ബാധികമാണ്. ഭൂതത്താൻകെട്ട് 10 കിലോമീറ്ററോടെ കാണിച്ച്, തട്ടേക്കാട് ഒരു 11 കിലോമീറ്റർ അങ്ങനെ തോന്നുന്നു. 11. ഞങ്ങളായാലും ആ വഴിക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും മഴ പെയ്യണ്ടോയെന്നറിയില്ല, മഴ പൊടിയണ്ടോന്ന്. അതൊക്കെ കൈതച്ചക്കയാണ്. ഞാൻ കൊഞ്ഞിക്ക അല്ലെങ്കിൽ വിഷ്വൽസ് മാറിപ്പോകും. അപ്പോൾ കൈതച്ചക്ക കൃഷി ചെയ്യുന്നുണ്ട്, റബ്ബറുണ്ട്. കോതമംഗലം തന്നെയാണ്, കോതമംഗലം ഭാഗത്താണ് ഇത് ശരിക്കും. കോതമംഗലം ഏരിയ പ്രാവശ്യം കൂടി വരണം. ഞങ്ങൾ പിന്നെ മഴയത്ത് വന്നിട്ട് കാര്യമില്ല. മഴയാകുമ്പോൾ നമുക്ക് ഷൂട്ടിങ്ങോ കാര്യങ്ങളൊന്നും ആകില്ല. സൈക്കിളോട്ടി വന്നുകൊണ്ട് അത്യാവശ്യം ഒരു ഷൂട്ട് ചെയ്താലേ നമുക്ക് അതിനൊരു ഫീൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇടം വരെ വന്നിട്ട് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നും അത് സുഖമില്ല. ഇന്നിപ്പം മഴ കണ്ടപ്പോൾ ഒരു പോയി ഇതൊരു നഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഉണ്ടായില്ല, ഞാൻ ഇറങ്ങി. അത് തന്നെ ഉണ്ടായിരുന്നു. എന്തോരം ഉണ്ടെന്നറിയില്ല. 5-6 കിലോമീറ്റർ കൂടി കാണുമായിരിക്കും. ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല അതുവരെ. ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റി. ചെവി അടിച്ചോണം ചോദിച്ചാൽ എന്തായാലും ഇനി അങ്ങോട്ട് പോകാൻ മഴയാണോ എന്നറിയില്ല. ഏതായാലും നമ്മളെടുക്കാം. ചേലാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ചേലാട് ഗ്രാമപ്രദേശങ്ങളാണ്. അവിടെ ഒരു അതിർത്തി കാണുന്നുണ്ട്, അത് നോക്കട്ടെ. നന്ദി. തട്ടേക്കാട് നേരെ മാലിപ്പാറ ഇടതുവശത്തേക്ക് കോതമംഗലം കഴിഞ്ഞ് അവിടെ ഒരു മല കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ടാണോ പോകേണ്ടതെന്ന് അറിയില്ല. തട്ടേക്കാട് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ചെക്ക് ഡാമാണ്. അവിടെ ഒരു ചെക്ക് ഡാമുണ്ട്, കാണാമില്ല. മുകളിലോട്ട് പൊക്കി വെച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് മഴയാണ്, റൈറ്റ് സൈഡിലേക്ക്. ആണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഡെസ്റ്റിനേഷൻ മാറ്റിയത്. ഞങ്ങൾക്ക് എളുപ്പതാണ്. ഈ ഭാഗത്തല്ല, അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് മഴ ഇന്ന് കൂടുതൽ കണ്ടത്. പടിഞ്ഞാറൻ ഭാഗത്തേക്ക് അധികം മഴക്കാറ് കണ്ടില്ല. കിഴക്കൻ ഭാഗത്തേക്കാണ് മഴക്കാറ് കണ്ടത്. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യം. ഇത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത്, അവിടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത്. ജനസംഖ്യയും ജനസാന്ദ്രതയൊക്കെ എഴുതിയുണ്ട്, വിസ്തൃതിയുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഭയങ്കര മഴക്കാറാണ്, കിഴക്കൻ ഭാഗത്തേക്ക്.
അവിടെ പോയിട്ട് കാര്യമില്ല, ഇവിടെ മാത്രമേ വെയിലുള്ളൂ. ഞാൻ കുറച്ചായിട്ടുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ടൊക്കെ എടുക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു റൂട്ട് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് തട്ടേക്കാട് ബേഡ് സെൻറ്ററിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. ഭൂത്താൻകെട്ടിലേക്ക് 4.5 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും 6 കിലോമീറ്റർ പോവാ. അല്ലാതിപ്പോൾ എന്താ, എന്തായാലും 3 മണി കഴിഞ്ഞുണ്ടോ, 3:10 ഉണ്ടോ, 3:10 ഉണ്ടോ. പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇച്ചിരി വെയിൽ കണ്ടുകൊണ്ട് എടുത്താണ്. എന്താണ് അങ്ങോട്ട് പോകുമ്പോൾ പ്രാവശ്യം കൂടി വരാം. ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഫീൽ കിട്ടണില്ല, അത് മഴയും വെയിലൊക്കെ ആയിട്ട്. നേരെ തന്നെയാണ്. ഭാഗത്തേക്കൊന്നും ഞങ്ങൾ അധികം വന്നിട്ടില്ല. പൊതുവെ വരാറുണ്ടായില്ല. നേരെ മൂന്നാറിലേക്ക് പോകുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ മൂന്നാറിലേക്ക് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ ജാതിത്തോട്ടമൊക്കെ ഉണ്ട്. ജാതി ഇവിടെ ഉണ്ട്, അടുത്ത വശത്ത് ജാതി വലിയ ജാതി മരം, ചെറുതൊന്നുമില്ല, എല്ലാം നല്ല വലുത്. അപ്പം എത്രയോ വർഷമായിടണം ജാതി കൃഷി തുടങ്ങിയിട്ട്. അപ്പനപ്പന്മാരായിട്ട് തുടങ്ങിയതായിരിക്കും. നല്ല വലിയ മരം. ഭക്ഷണം കഴിച്ചിട്ടില്ല, അതാണിപ്പോൾ തളർച്ചയുണ്ട്, അതിൻ്റെ ഒരു ചെറിയ തളർച്ച. നല്ല സ്ഥലങ്ങൾ കിട്ടാൻ പാടാണ്, എല്ലാം ചീഞ്ഞു കുണിഞ്ഞ് കിടക്കുകയാണ്. മഴ കൂടി പെയ്തപ്പോൾ പൂർത്തിയായി. അപ്പോൾ ആ കാടിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ നിൽക്കാം. ഇവിടെ പൊടിയില്ലാത്തതുകൊണ്ട് മാസ്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി വണ്ടിത്തിരക്ക് കുറവാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വണ്ടി മാത്രമേ വരുന്നുള്ളൂ, ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ, അല്ലാത്തവരൊന്നും വന്നില്ല. കുറച്ച് വെളിച്ചം കിട്ടിയപ്പോൾ ഒന്ന് എടുത്താണ്. ഒക്കെ പുതിയ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ. റോഡ് സൈഡ് കംപ്ലീറ്റ് ബിൽഡിങ്ങുകളായി. ഇവിടെയൊക്കെ നിരത്തിയിട്ടേക്കാണ് ഇടത് വശത്ത് റൈറ്റ് സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടിയായിരിക്കും. നമ്മൾ ചോദിച്ചു ചെല്ലുമ്പോൾ നല്ല റേറ്റ് പറയുന്നത്. ഇതിപ്പോൾ റോഡ് സൈഡാണ്, റോഡ് സൈഡിൽ വില ഉണ്ടാവും. ചെറിയ കയറ്റം, ചെറിയൊരു കയറ്റം. ആ കയറ്റം കയറ്റം അവിടെ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്. അതായത് അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഗിയർ അധികം മാറ്റിയില്ല, കാലിനൊക്കെ ഒന്ന് സെറ്റാവട്ടെ എന്ന് എഴുതിയിട്ടാണ്. കുറേ നാൾ കൂടിയിട്ട് 50 കിലോമീറ്റർ ചവിട്ടണം. 50 കിലോമീറ്റർ, 55 കിലോമീറ്റർ. അപ്പോൾ അങ്ങോട്ട് കൂടി 100, 110 കിലോമീറ്റർ. അവിടെ ഒരു മല കാണുന്നുണ്ട്, ആണെന്നറിയില്ല.
സ്റ്റീഫൻസ് പള്ളി സ്കൂളും. നാട് കാണി ഇതിലേയും പോകട്ടോ, റൈറ്റ് സൈഡിൽ. അടുത്ത റൈറ്റാണ് എനിക്ക് പോകണം. അടുത്ത റൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നാട് കാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഈ റൈറ്റ് ആയിരിക്കും വഴി. ഇത് അത്ര നല്ലതല്ല, ഇത് പുറത്തെ പിന്നെ നല്ല വഴിയായിരുന്നു. ബോർഡ് വെച്ച് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കാണും. തിരക്ക് ഇത്തിരി കുറവുണ്ട്. അത്യാവശ്യം മരത്തണലുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടാകത്തുനിന്നാൽ മതിയല്ല, ഇതിന് അങ്ങോട്ട് പോകണം. ഇതിനകത്തുനിന്നാൽ മതി. ഇതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഇത് വേറെ വണ്ടിയൊന്നും വരില്ല. ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം. നമ്മൾ നല്ല മരത്തണലും പച്ചപ്പൊക്കെ ആയിട്ട് ഒരു സ്ഥലം. മാങ്ങയാണ്, മാങ്ങയല്ലേ, മാവല്ലെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരു പൊങ്ങി പോയി. അവിടെ ഒരു ചെറിയൊരു പാറ മലയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ആസ്വദിച്ച് കഴിക്കാം. ഭക്ഷണം കഴിച്ചാൽ തളർന്നു, ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഒക്കെ മുമ്പിലോട്ട് വന്നാലെന്താണെന്ന് ആർക്കറിയാം. വന്നാൽ പോയി മൊത്തം എടുത്ത് കളയാം.